ഡൽഹിയിൽ സിജെപിയുടെ ആഘോഷ പ്രകടനം നടക്കുകയാണിപ്പോൾ. ഡൽഹിയിലെ സിജെപി സമരത്തിനിപ്പോൾ ചരിത്ര വിജയമുണ്ടായിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. സമരം തുടങ്ങി 35-ാം ദിവസമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജി. മൂന്നാം ഘട്ട ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിക്ക് രാജിക്കത്തയച്ചത്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവങ്ങൾ വേദനിപ്പിച്ചെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ഈ രാജിക്കത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ ജന്തർ മന്ദറിലെ സമരവേദിയിൽ വൻ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഭരണഘടനയും ദേശീയ പതാകയും ഉയർത്തിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും സമരക്കാർ ഇപ്പോൾ ഡൽഹിയിൽ വിജയം ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ദിവസം നീണ്ടുനിന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഏറെ ദിവസം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജൻസികൾക്ക് മുന്നിൽ കേന്ദ്രം കീഴടങ്ങിയിരിക്കുന്നു. പാർട്ടികൾക്ക് മുന്നിൽ കേന്ദ്രം കീഴടങ്ങിയിരിക്കുകയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്രം അംഗീകരിച്ചു എന്നുള്ള ഒരു ചരിത്ര വിജയത്തിലേക്കാണ് ഇപ്പോൾ സിജെപി എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഡൽഹിയിലടക്കം വിവിധയിടങ്ങളിൽ സിജെപിയുടെ ആഘോഷ പ്രകടനം ഇപ്പോൾ നടക്കുകയാണ്. മനു ഭരത് ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനു, സിജെപിയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോഴിതാ ധർമ്മേന്ദ്ര പ്രധാൻ, പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നത്. അതും ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒരു പൂർണ്ണമായ വിജയം സിജെപിക്ക് ഉണ്ടായി അല്ലേ? അനുശ്രീ, ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം മന്ത്രി തന്നെയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. തൻ്റെ രാജി പ്രഖ്യാപനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, തനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം താൻ നടത്തിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. അതിനുശേഷം ട്വിറ്ററിൽ തൻ്റെ രാജിക്കത്ത് കൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല, ഈ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ചോദ്യപേപ്പർ ചോർന്ന ആദ്യ ദിവസം തന്നെ താൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. ഒപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് തകർക്കാതിരിക്കാൻ ഈ എക്സാമിനേഷൻ മാഫിയകൾ അത് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാവി ബാധിക്കപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കാതിരിക്കാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ താൻ നടത്തിയിരുന്നു. അനീതി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടാകാൻ അനുവദിക്കരുത് എന്ന വലിയ ആഗ്രഹം തനിക്കുണ്ടായിരുന്നു എന്നൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ജനാധിപത്യത്തോട് തനിക്ക് എല്ലാ കാലത്തും ജനാധിപത്യത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. അതോടൊപ്പം ഈ സാധാരണക്കാരായ യുവാക്കളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ താൻ ഒരുപോലെ പ്രാധാന്യത്തോടെ കാണുന്നു, ബഹുമാനിക്കുന്നു എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്ന മറ്റൊരു കാര്യം, അവർ ഈ യുവാക്കളെ സംബന്ധിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നു. അവർ ഭാവിയുടെ ശില്പികളാണ്, പുതിയ ഇന്ത്യയെ വികസിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങേയറ്റത്തെ ബഹുമാനവും പ്രാധാന്യവുമുണ്ട് എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുമ്പോഴും ഒടുവിൽ ഈ കഴിഞ്ഞ 10 ദിവസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. ആ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത് തൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമല്ല, തൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല, ഇത് രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന നിലയിൽ കണ്ടുകൊണ്ട് താൻ രാജിവെക്കുകയാണ് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ
ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ആദ്യ പ്രതിഷേധം CJP സംഘടിപ്പിക്കുന്നത്. അത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അതിൽ ഉണ്ടായി എന്നത് CJPക്ക് വലിയ നേട്ടമാകുന്നു. മാത്രവുമല്ല, രാജി ഉണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം എന്നാണ് CJP ഓർമ്മിപ്പിക്കുകയും ചെയ്തത്. അത്തരം ഒരു ഘട്ടത്തിൽ ഈ രാജ്യസമ്മർദ്ദം ധർമ്മേന്ദ്ര പ്രധാന് മുകളിൽ കനക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാജി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഈ ജന്തർ മന്ദറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ CJP പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഒപ്പം ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികളെ അനുസ്മരിച്ചു. അവർക്ക് വേണ്ടി അവിടെ മൗനമാചരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഈ രാജിയിലേക്ക് എത്തിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനുള്ള ആഹ്വാനം CJPയിൽ നിന്ന് വന്നിരുന്നു. രാത്രിയിൽ ഈ മെഴുകുതിരി കത്തിച്ചുള്ള പ്രകടനങ്ങൾക്കുള്ള ആഹ്വാനം വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പറ്റ്നയിൽ നിന്ന് അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കല്ലേറുണ്ടായി, ലാത്തിച്ചാർജിൻ്റെ സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിനുള്ള സാഹചര്യം കളമൊരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയൊരു ഘട്ടത്തിൽ കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. പാർട്ടിക്കകത്തു നിന്നും കാര്യമായൊരു പിന്തുണ ധർമ്മേന്ദ്ര പ്രധാന് കിട്ടിയില്ല. പാർട്ടിക്കകത്തു നിന്നും അദ്ദേഹത്തിൻ്റെ രാജിക്കായുള്ള ആവശ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘ് പരിവാറിൻ്റെ മറ്റ് അനുബന്ധ സംഘടനകളും അദ്ദേഹത്തെ ന്യായീകരിച്ച് വന്നില്ല. പ്രത്യേകിച്ച് RSS മേധാവിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം, കുട്ടികളെ സംബന്ധിച്ചൊരു പ്രതികരണം ധർമ്മേന്ദ്ര പ്രധാന് നേരെയുള്ള ഒരു ഒളിയമ്പ് എന്ന തരത്തിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾ പഴയ കാലത്തെ പോലെ എല്ലാം അനുസരിക്കുന്നവരല്ല, അവർ പുതിയ കാലത്തെ കുട്ടികൾ, അവർ പുതിയ കാലത്ത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ പുതിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരെ അനുനയത്തിൻ്റെ പാതയാണ് അവരോട് സ്വീകരിക്കേണ്ടത്, അനുസരിപ്പിക്കാൻ അങ്ങനെ കഴിയില്ല എന്ന് RSS മേധാവി തന്നെ പറയുന്നു. അത് ഈ സംഭവ വികാസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതികരണം എന്ന തരത്തിലേക്കൊക്കെ വിശകലനം ചെയ്യപ്പെട്ടു. പാർട്ടിക്കകത്തു നിന്ന് ചില ആളുകൾ ഒപ്പം നിന്നു എന്നതൊഴിച്ചാൽ പരിവാർ സംഘടനകളിൽ നിന്നൊക്കെ കാര്യമായൊരു പിന്തുണ കിട്ടിയില്ല എന്നതാണ് ധർമ്മേന്ദ്ര പ്രധാന് ഉണ്ടായ ഒരു സാഹചര്യം. മാത്രവുമല്ല, രാജിയല്ലാതെ മറ്റൊരു മാർഗവും സർക്കാരിന് മുന്നിലില്ല. വീണ്ടും തിങ്കളാഴ്ച പാർലമെൻറ്റിലേക്ക് മാർച്ചുണ്ടാകുമെന്ന് CJP നേതാക്കൾ അറിയിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ ഈ രാജ്യത്ത് വീണ്ടും ഒരു പ്രക്ഷോഭ സാഹചര്യം ഉണ്ടാക്കാൻ അനുവദിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് BJP എത്തുന്നു. പ്രധാനമന്ത്രിയും കഴിഞ്ഞ 2 ദിവസം അനുനയത്തിൻ്റെ അങ്ങേയറ്റത്തെ ശ്രമങ്ങൾ നടത്തി നോക്കി. രാജി ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തി നോക്കി. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആ ഏകമായ നിലപാടിൽ തന്നെ ഉറച്ച് നിന്നു CJP. ആ നിലപാട് ഏറ്റവും ഒടുവിൽ വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമര വേദിയിൽ ആഹ്ലാദ പ്രകടനവും ത്രിവർണ്ണ പതാക വീശിക്കൊണ്ടുള്ള ആഹ്ലാദ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനുശ്രീ, CJPയുടെ ആഘോഷ പ്രകടനങ്ങൾ ഇപ്പോൾ ഡൽഹിയിലടക്കം വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. ഡൽഹിയിൽ ആരംഭിച്ച ഒരു പ്രതിഷേധം അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതും കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടത്. നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് CJP എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം എന്നത്. അതിനു മുന്നിൽ കീഴടങ്ങാതിരിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ CJPയുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ പോലും തീരുമാനം നാളെ അറിയിക്കാമെന്ന് സർക്കാർ പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ അതോ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതായിരുന്നു. CJPയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും CJP അനുകൂലികൾ ആഹ്ലാദത്തിലാണ്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച സന്തോഷത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.